മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത അയൺ ഓക്സൈഡിലേക്ക് എന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു എങ്കിലും അതിന്റെ പ്ലേബാക്ക് ടൈം ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അതിന്റെ സൗണ്ട് ക്വാളിറ്റി, അതിന്റെ സൗണ്ട് ലെവൽ വളരെ കുറവുമായിരുന്നു. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ ഒരുപാട് വഴികൾ നോക്കി. അവസാനം എനിക്ക് മുന്നിൽ ഒരു സൊല്യൂഷൻ കിട്ടി. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുവാണ് അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പ്. മണ്ണിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അയൺ ഓക്സൈഡിൽ ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സൗണ്ട് റെക്കോർഡിങ്ങിൽ അത് സാരമായി ബാധിക്കും. അപ്പോൾ വേറെ എന്ത് പരിഹാരം എന്ന് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഈ ഒരു സാധനം എന്റെ കണ്ണിൽപ്പെട്ടു. തുരുമ്പെടുത്ത് നശിച്ചു കിടക്കുന്ന ഒരു ഇരുമ്പ് ബാരലാണിത്. ഇരുമ്പ് പാട്ട എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു ഇരുമ്പ് ബാരലിൽ അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. മണ്ണിലേക്ക് ഒരു ചാക്ക് വിരിച്ചതിന് ശേഷം ഈ ഒരു ഇരുമ്പ് പാട്ടയെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഈ ഒരു ഇരുമ്പ് പാട്ടയുടെ മുകളിലേക്ക് ഉരസിയാൽ ഈ ചാക്കിലേക്ക് അയൺ ഓക്സൈഡ് പൊടിയായിട്ട് വന്ന് വീഴുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഇരുമ്പ് ബാരലിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള അയൺ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അയൺ ഓക്സൈഡിനെ നമുക്ക് പൗഡറാക്കി മാറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ അയൺ ഓക്സൈഡിന്റെ പൗഡർ. അത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. പൗഡറാക്കി മാറ്റിയെടുത്ത അയൺ ഓക്സൈഡാണിത്. ഇതിന്റെ സമീപത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ഇത് ആകർഷിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ സെലോ ടേപ്പാണ്. ഈ പേപ്പർ ടേപ്പ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും 20 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഈ പേപ്പർ ടേപ്പിലേക്ക് ഒരു ഓഡിയോ കാസറ്റിന്റെ ഫിലിം കൊണ്ടുവന്ന് ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം ഒരു പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ആ ഒരു കാസറ്റ് ഫിലിം എടുത്തു മാറ്റുക. ഇനി ഈ കാണുന്ന വരയിലൂടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടേപ്പിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓഡിയോ കാസറ്റ് ടേപ്പിന്റെ അതേ വണ്ണത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തത്. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു പേപ്പർ ടേപ്പിന്റെ അറ്റം ഇതുപോലെ വലിച്ചാൽ ഓഡിയോ കാസറ്റിന്റെ ടേപ്പിന്റെ അതേ വണ്ണത്തിൽ കിട്ടുന്നതാണ്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അയൺ ഓക്സൈഡ് ഈ ടേപ്പിന്റെ പശയുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല നീളത്തിൽ ഞാൻ പേപ്പർ ടേപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ ടേപ്പിനെ നമുക്ക് ഓഡിയോ ടേപ്പ് എന്ന് വിളിക്കാം.
ഇനി ഈ ഓഡിയോ ടേപ്പിനെ ഈ ഒരു ഓഡിയോ കാസറ്റ് കാട്രേജിനുള്ളിലേക്ക് ചുറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി ഈ ഓഡിയോ കാസറ്റിലേക്ക് എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഈ ടേപ്പിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത എൻ്റെ വോയിസ് ടെസ്റ്റിംഗ് സൗണ്ടാണ്. ടെസ്റ്റിംഗ് 1 2 3 ടെസ്റ്റിംഗ് 1 2 3 ടെസ്റ്റിംഗ് 1 2 3 ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് യൂട്യൂബ് ചാനൽ ടെസ്റ്റിംഗ് ഹോം മെയ്ഡ് ടേപ്പ് റെക്കോർഡർ റെക്കോർഡിംഗ് ടേപ്പ്. ഈ ഒരു ശബ്ദം ഇനി നമുക്ക് ഈ ടേപ്പിലേക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡിംഗ് ഇതോടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. Testing 1 2 3 testing 1 2 3 testing 1 2 3 this is Mr. Electronics YouTube channel testing homemade tape recorder recording tape. Testing 1 2 3 testing 1 2 3 testing 1 2 3 this is Mr. Electronics YouTube channel testing homemade tape recorder recording tape. Now the testing is over. ടേപ്പ് റെക്കോർഡറിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മാഗ്നറ്റിക് റെക്കോർഡിംഗ് സാധ്യമാകുന്നത്. ടെലിഗ്രാഫ് ഫോൺ എന്നായിരുന്നു ആദ്യത്തെ മാഗ്നറ്റിക് റെക്കോർഡറിന്റെ പേര്. വാക്യൂം ട്യൂബുകളുടെ കണ്ടുപിടുത്തത്തോടെ ഇതിനെ പരിഷ്കരിച്ച് വയർ റെക്കോർഡറുകൾ രംഗത്തിറങ്ങി. 1930-ൽ നാസി ജർമ്മനിയിലാണ് ആദ്യത്തെ റീൽ ടു റീൽ ടേപ്പ് റെക്കോർഡറുകൾ രംഗത്തിറങ്ങുന്നത്. അഡോൾഫ് ഹിറ്റ്ലറിന്റെ പ്രസംഗങ്ങളും പിന്നെ മറ്റു മ്യൂസിക്കുകളും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഉപകരണം ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇതിനെ മാഗ്നറ്റോഫോൺ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നാസി ജർമ്മനിയുടെ പതനത്തിന് ശേഷം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു ഉപകരണങ്ങളെ പിടിച്ചെടുക്കുകയും അതിന്റെ സാങ്കേതിക വിദ്യ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് റീൽ ടു റീൽ ടേപ്പ് റെക്കോർഡറുകൾ ലോകവ്യാപകമായി വ്യാപിക്കുന്നത്. കോമ്പാക്ട് കാസറ്റുകൾ രംഗത്തിറങ്ങിയതോടെ ഏതൊരു സാധാരണക്കാരനും എവിടെയും സംഗീതം ആസ്വദിക്കാൻ സാധിക്കും എന്ന നിലയിൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞിരുന്നു. CD-യുടെയും DVD-യുടെയും വരവോടെ ഈ കാസറ്റിന്റെ പ്രതാപകാലം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മെമ്മറി കാർഡിന്റെയും USB സ്റ്റിക്കിന്റെയും വരവോടെ CD-യുടെയും DVD-യുടെയും കാലം കഴിയുകയും ചെയ്തു. വീഡിയോ എടുക്കാനും സൗണ്ട് റെക്കോർഡ് ചെയ്യാനും ഇന്ന് ഏതൊരു സാധാരണക്കാരനും സാധിക്കും. ടെക്നോളജി ആ നിലയിൽ ഇന്ന് വളർന്നു കഴിഞ്ഞു. പക്ഷേ അതിനു പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനവും വിയർപ്പുമുണ്ട്. അതൊക്കെ നമ്മൾ സ്മരിക്കേണ്ടത് തന്നെയാണ്. അയൺ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് പേപ്പറിലേക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൺ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ്.
സൈനിങ് ഔട്ട്.